അങ്ങനെ ഇന്ന് ഞങ്ങളിത് പ്രതീക്ഷിക്കാതെ ചങ്ങനാശ്ശേരിയിലേക്ക് വന്നു. അപ്പം അതെ ശരണ്യ വന്നതും ഇവിടെ വന്നത് മത്തിക്കറി വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ മത്തിക്കറി വെച്ചിതേ അരി അടപ്പിട്ട് അങ്ങനെയൊക്കെ പാചകത്തിലാണല്ലേ. അപ്പോൾ കണ്ടതെ മത്തിയൊക്കെ കഴുകി കണ്ടതെ ഇടുന്നത് കണ്ട ശരണ്യ അല്ലേ. മത്തിക്കറി വെക്കാൻ പോവുകയാണ്. മത്തി വെക്കാൻ പോണത്. അപ്പം അങ്ങനെ അതേ ശരണ്യ ചട്ടിയിലൊക്കെ ആക്കി. അപ്പോൾ കൂട്ടുകാരെ എന്താണ് ആലപ്പുഴയെന്ന് ചങ്ങനാശ്ശേരിയിലായിട്ട് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഇന്ന് വന്നത് എന്താണെന്ന് ചോദിച്ചെന്നാൽ ശരണ്യയുടെ അനിയത്തി പ്രസവിച്ചു പെൺകുഞ്ഞ്. അപ്പം ഹോസ്പിറ്റലിലാണ്. അന്നേരം ഉണ്ട് നമ്മുടെ അമ്മയ്ക്ക് രമാമ്മയ്ക്ക്, അതായത് ശരണ്യയുടെ അമ്മയ്ക്ക് അവിടെ നിന്ന് വെച്ച് ഒരു തലകറക്കം പോലെ. അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഒരു തലകറക്കം പോലെ. അങ്ങനെ നോക്കിയപ്പോൾ കാൽസ്യം കുറഞ്ഞ് അങ്ങനെയൊക്കെ ഷുഗർ കൂടിയല്ലേ അമ്മ. അപ്പോൾ അമ്മയ്ക്ക് മേലെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. കാരണം അനിയത്തി പ്രസവിച്ച് അവിടെ ആശുപത്രിയിലാണ്. അപ്പോൾ നാത്തൂനുമൊക്കെ ആശുപത്രിയിലാണ്. അപ്പം അത് കാരണം ശരണ്യ അമ്മേനെ സഹായിക്കാൻ വന്നതാ. ശരണ്യ എന്താണ് കറി അടപ്പേ വെച്ച ഗ്യാസ് വെക്കാൻ? ഗ്യാസിന് ഇച്ചിരി ക്ഷാമമുണ്ട്. ആണോ? ഇവിടെ ഗ്യാസിന് ക്ഷാമം അത് തന്നെയല്ല, ശരണ്യക്ക് അത് എത്താൻ പാടാണ്. അവരാരും ഇല്ലല്ലോ, വെച്ച് തരാൻ ആരുമില്ല. ഇച്ചിരി പാടുള്ള ഇത്തവണ മൂടില്ല, ആരുമില്ല. ഞങ്ങള് 3 പേര് മാത്രമേ ഉള്ളൂ. അമ്മയുണ്ട്. അതേ കണ്ട കറി ഇരുന്ന് തിളച്ച് പറ്റുന്നു അല്ലേ. നല്ല മത്തിക്കറി മാങ്ങായിട്ട്. വേറെ എന്നാണ് വെക്കണം? വേറെ കപ്പങ്ങായും പയറും കൂടെ തോരൻ വെക്കാൻ. എനിക്ക് ഇവിടത്തെ അടപ്പ് പാത്രത്തെ എത്താൻ പാടുണ്ട് അല്ലേ, അവിടത്തെ പോലെ അല്ല. പിന്നെ ഇന്ന് ഒരു പ്രതീക്ഷിക്കാത്തൊരു വരവായി പോയി. അതെ, അമ്മയുടെ ഇപ്പൊ എന്നാലും പറഞ്ഞു ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അമ്മ ഓടി നടന്നല്ലേ. ശരണ്യ ഒറ്റക്ക് ചെയ്യണ്ടെന്നും പറഞ്ഞ് ശരണ്യ ഇപ്പൊ ഇതെന്നാണ്? വൻപയർ വേവിക്കാൻ വെക്കിയ ഞാൻ വല്ലതും ചെയ്യണം. കപ്പങ്ങ അരിയണം. അപ്പൊ ഞാൻ അത് സഹായിക്കാവേ. എനിക്ക് കപ്പങ്ങ അരിഞ്ഞു തരുന്നു അല്ലേ? അതെ, ശരണ്യ ഒറ്റക്ക് ചെയ്യണ്ടേ. അമ്മ പോയി കിടന്നു. ഞാൻ വെറുതെ ഇരിക്കുകയാണ്. കാരണം അമ്മ അവിടെ പോയി കിടക്കുകയാണ്. അപ്പൊ അമ്മയുടെ ഞങ്ങൾ കിടന്നോന്ന് പറഞ്ഞിട്ടാണ്. അമ്മയാണെങ്കിൽ ശരണ്യ ഒറ്റക്ക് ചെയ്യണ്ടേന്നും പറഞ്ഞ് ഇടക്ക് തീ തള്ളി വെക്കാൻ വേണ്ടി അരി അടക്കാനായിട്ട് അമ്മയാണ്. ഞങ്ങൾക്ക് പാടായി, അത് ഹൈറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ അമ്മ ഇപ്പൊ കിടക്കിയാണ്. അപ്പൊ ഞങ്ങൾ ഇച്ചിരി ഇതുകൂടി റെഡിയാക്കി കൊടുത്തേക്കാം. അമ്മക്ക് എന്നെ എവിടെ ചെന്നാലും അല്ലേ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു മേലാതെ വരുമ്പോഴല്ലേ നമ്മൾ വന്ന് സഹായിക്കട്ടെ. അപ്പൊ ഇത് മൊത്തം കൊത്തിയിട്ട് കാണിക്കാം അല്ലേ? തോരന് കൊത്തി തന്നു. നമുക്കിനി തോരൻ വെക്കാം. ഇത് വൻപയറിട്ടാണ് തോരൻ വെക്കുന്നത്. അങ്ങനെ അതെ ശരണ്യ അതെ വൻപയറും കപ്പങ്ങയും കൂടി തോരൻ വെച്ചോണ്ടിരിക്കുകയാണ്. ഇതിലിനി എന്നാ ചേർക്കണം? തേങ്ങ അരച്ച അരപ്പ് കൂടി ചേർക്കണം അല്ലേ? നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇത് കഴിയുമ്പോൾ കാണിക്കാം അല്ലേ കൂട്ടുകാർ? അപ്പൊ ഇത് കൂടി ഇരുമ്പ് ചീനച്ചട്ടിയാണ് അല്ലേ? അപ്പൊ നമ്മുടെ തോരൻ റെഡിയായി. ആഹാ, സൂപ്പറാണ്. അപ്പൊ ഇതിലിനി തേങ്ങയൊക്കെ ഇട്ടാ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടല്ലേ? ആഹാ, അപ്പൊ ഇനി നമ്മുടെ മീൻകറി കൂടി കാണിച്ചാൽ മതി. സെറ്റായി. കൂട്ടുകാരെ, എന്റെ പണി മൊത്തം തീർന്നിട്ട് ഞാൻ പാത്രമെല്ലാം കഴുകി നല്ല വൃത്തിക്കെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ എന്റെ മീൻകറി കാണിക്കണ്ടായോ? മാങ്ങ ഇട്ട മത്തിക്കറി അല്ലേ? തേങ്ങയൊക്കെ അരച്ച മത്തിക്കറിയാണല്ലേ? നമ്മൾ ആലപ്പുഴ വെക്കുന്ന പോലെ ഇവിടെ വെച്ച് നോക്കിയതാ. ഇവിടെ അങ്ങനെ വെക്ക ഇങ്ങനെ ഇവിടെ മുളകിട്ടാണ് തേങ്ങ അരച്ച് വെക്കാറില്ല. അപ്പൊ അങ്ങനെ മത്തിക്കറിയായി. പിന്നെ നമ്മുടെ കപ്പങ്ങ തോരൻ ഇന്ന് ഒത്തിരിയൊന്നും ചെയ്തില്ല. ശരണ്യ പറഞ്ഞത് ഇനിയും എന്നെ പോലെ കോവക്ക വേണേ മെഴുക്ക് വരട്ടെ അത് ചെയ്യാന്നൊക്കെ പറഞ്ഞു.
ആകെ ഞങ്ങൾ കുറച്ച് പേരല്ലോ, ബാക്കി എല്ലാവരും ആശുപത്രിയിലല്ലേ. ആശുപത്രിയും കൂടെ വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ചത്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഇത്രയും ദൂരം വരണ്ടായോ, അതുകൊണ്ട് കൊണ്ടുപോകാനായിട്ട് പാടാന്ന്. അതേ പറഞ്ഞാൽ കറിയൊക്കെ കുറച്ച് അല്ലേ, കുറച്ചായിട്ടേ വെച്ചുള്ളൂ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖാന്ന്. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര വേണ്ട. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇനി കുറച്ച് വീഡിയോ ഇനി ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് അല്ലേ? പോകുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ കൂടെ നമ്മുടെ കുഞ്ഞാവേയും കൂടെ കാണിച്ചു തരാം. പിന്നെ അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടാക്കാൻ ആരും മറന്നു പോവലെ. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.